വെൽക്കം ബാക്ക്. മറ്റാക്ക 17 നമ്മളപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ FC മൊബൈൽ ആൻഡ് ഡേയ്സ് കളിക്കാൻ പോകണം. നമ്മളപ്പോൾ ഒരു പ്രാവശ്യം കളിച്ചെന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്ന് തോന്നുന്നു നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ നമ്മുടെ വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റില്ല. നമ്മുടെ FC മൊബൈലിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു വീഡിയോ ഉണ്ട് നമ്മൾ ഇന്നലത്തെ സൗണ്ട് കേൾക്കാത്തതുകൊണ്ടാണ് അപ്പം നമ്മൾ പറയാൻ മറന്നു നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തി അപ്പം തന്നെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ടിയാഗോ സിൽവനെ കിട്ടി. ഏതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച് ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് ഞാൻ എക്സ്ചേഞ്ചിൽ പോയിട്ട് എൻഡ് ഓഫ് ആൻ എറയിൽ പോയിട്ട് ഇത് നോക്കിയപ്പോഴാണ് ഇതിൽ ഇത്രയും പ്ലേസിനല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത് നോക്കി ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ തന്നെ എനിക്കിത് ഞാൻ വിചാരിച്ച് വല്ല മുനിയനെ വല്ല കിട്ടുള്ളൂ അപ്പോൾ തന്നെ നമുക്ക് ടിയാഗോ സിൽവനെ കിട്ടി. അതുകൊണ്ടാണ് നമ്മളിന്ന് കാണിച്ചത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടിയാഗോ സിൽവ എങ്ങനെ ഉണ്ടെന്നാണ് നോക്കാൻ പോകണം. അല്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ മാറ്റും, അല്ലെങ്കിൽ വിൽക്കും നമുക്ക് മാർക്കറ്റിൽ പോയി നോക്കാം വിൽക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വിൽക്കാൻ പറ്റില്ല നമുക്ക് പ്രശ്നമില്ല, നമുക്ക് വേറെ അല്ലെങ്കിൽ കയറ്റാം അപ്പോൾ നമുക്കിനി നേരെ ഇതിൽ മാച്ചിലോട്ട് പോകാം നേരെ മാച്ചിലോട്ട് പോകാം. അപ്പോൾ നമ്മളപ്പോൾ RMA BBN എന്ന് പറഞ്ഞൊരു നമ്മുടെ ബ്രോ ആയിട്ടാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ RMA BBN BBNൻ്റെ മീനിങ് എനിക്ക് മനസ്സിലായി. RMAയുടെ റിയൽ മാഡ്രിഡാണ്. അപ്പോൾ നമുക്കിനി നേരെ മാച്ചിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ടീമും അവന്മാരുടെ ടീമും നോക്കാം ഇതാണ് നമ്മുടെ ടീം. നമ്മുടെ സാൻജോ അവനൊക്കെ ഉണ്ട് അവരുടെ ടീം. കൊള്ളാം അവരുടെ 100-ൻ്റെയൊക്കെ ഉണ്ടായി ബ്രഹ്മർ. നമുക്കപ്പോൾ ജയിക്കോ തോക്കുമെന്ന് നോക്കാം ബോൺ ടച്ച് എടുത്തൊക്കെ ഉണ്ട് സാൻജോ. നല്ല ഡിഫെൻസാണ് അത്യാവശ്യം ഡിഫെൻസ് ഉണ്ട് അവന്. നമ്മളെ വിധിനേൻ്റെ ഇന്ന് പന്ത് കൂട്ടുണ്ട് ഫസ്റ്റ് തന്നെ. ഫ്രീക്കാണ്ട് നമ്മൾ ടിയാഗോ സിൽവ ഉണ്ട് ഫൗൾ ചെയ്തതിന്. അത് ഇവിടെ ഉള്ളൂന്ന് എനിക്കറിയാം. സിദ്ദീൻ ഡിമരിയ കോള് കയറാണ്ട് സ്വിദിൻഹ ബോവൻ നമ്മളെ സെർജിയോ റാമോസ് ചെത്രയൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമാണ് ചെത്രീനെ കാണുന്നത്. കേരളോട് തന്നെ ചെത്രയൊക്കെ ഉണ്ടെന്ന്. നമ്മുടെ പന്ത് പോയിട്ടുണ്ട്. നമ്മൾ വെറുതെ ക്രോസൊക്കെ ഇട്ട് കളഞ്ഞു നമ്മുടെ ആഡർവേർഡ്. നമ്മുടെ ബരേല അർണാവ് മാർട്ടീനസ്. അയ്യോ വെറുതെ വീഴണ്ട. നമ്മുടെ ലൂയിസ് ഫിഗോസ് ഡി മരിയ. നമുക്ക് അങ്ങോട്ടിട്ട് കളിക്കാം ബാക്കി പാസ് ഇട്ടിട്ടുണ്ട്. ഗോൾ നമ്മുടെ ബോവൻ അടിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ പ്ലേയേഴ്സാണ് ഞാൻ വെറുതെ ഇട്ട് നോക്കിയതാണ്ട് ചിലപ്പോൾ ഗോൾ കയറിയാലോ എന്ന് വിചാരിച്ച് ഇട്ട് നോക്കിയതാണ്ട്. ഞാൻ വിചാരിച്ചു ഗോൾ കീപ്പർ പിടിക്കുന്നു. ഏതോ ഗോളിയെ എമിലിയാനോ മണ്ണസാണ് ഗോളി. അപ്പോൾ നമ്മൾ ഒരു ഓടിച്ചിട്ടുണ്ട് 1-1 ആണ് ഗോൾ സ്കോറ്. അയ്യോ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. സാൻജോ ഡി മരിയ. അത് ക്രോസ് ഇടാനുള്ള ഇതാണ് കേട്ടോ അല്ല ഗോളല്ല നമ്മുടെ ഒനാന പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഒനാന കയറും പിടിച്ച് ഭാഗ്യം. നമ്മുടെ റാബിയട്ട്
അയ്യോ അപ്പോൾ തന്നെ ഹാഫ് ടൈം ഗൈസ്. നമുക്ക് സെക്കൻഡ് ഹാഫിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ സെക്കൻഡ് ഹാഫ് ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ചെത്രി ലൂയിസ് ഫിഗോ ഗൈസ് ത്രോ പോയിട്ടില്ല. നമ്മുടെ ബോവൻ നമ്മളന്ന് പന്ത് പോയി ഗൈസ്. വെറുതെ പന്ത് കളിയുണ്ട് ഗൈസ്. നമ്മുടെ കൂബോയിലോട്ട് പാസ് പോയിട്ടുണ്ട് ഗൈസ്. ഓയ്സ് ഗോൾ ഗൈസ്. സാൻജോ ഗൈസ് കംബാക്ക് ഗൈസ്. ഗൈസ് ഇവിടുന്ന് നമ്മൾ നൈസ് ഗോൾസ്. ഞാൻ വിചാരിച്ചു ഗൈസ് നമ്മൾ കംബാക്ക് ഒന്നും അടിക്കില്ല, ചിലപ്പോൾ പൊട്ടൂന്ന് വിചാരിച്ചു ഗൈസ്. പക്ഷേ കംബാക്ക് അടിച്ച് ഗൈസ്. നമ്മൾ കംബാക്ക് അടിച്ച് നമ്മുടെ ത്രോ പോയിട്ടുണ്ട് നൈസായിട്ട്. ഗ്രിമാൾഡോ സാൻജോ 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 അയ്യോ ഒരാവശ്യം ഉണ്ടായിരുന്നില്ലേ. നമ്മുടെ ബോൾ ഗോള് കല്ലെന്ന് അറിയാം ഗൈസ്. എന്നാലും നമ്മൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നമ്മുടെ അയ്യോ സിദ്ദീൻ അത് ഗോളാണ് ഗൈസ്. അയ്യോ ഗൈസ് എന്ത് മണ്ടനാണ് ഗൈസ്. ചാൻസിലായിട്ട് അവൻ അങ്ങോട്ട് പാസ് കൊടുത്ത് ഗൈസ്. ഇനി നോക്കാം ഗൈസ്. നമ്മൾ ഹബ്ബൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. സാൻജോ മാറിയിട്ട് നമ്മളെ സണ്ണിന് സ്കില്ലില്ല ഗൈസ്. നമ്മുടെ അത് ഗോളാണ് ഗൈസ്. ഗോള് ഓക്കെ ഗൈസ് നമ്മൾ ഗോളിച്ചിട്ടുണ്ട് ഗൈസ്. അവർ ലാസ്റ്റ് മിനിറ്റാ പഠിച്ച് ഗൈസ്. ഫുൾ ടൈം ആയി ഗൈസ്. ഗൈസ് നമ്മളപ്പം ഫുൾ ടൈം ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫുൾ ടൈം 2-2 ഗൈസ്. നമുക്ക് ഒരു കളി കളിച്ചു നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു കളി കളിക്കുകയാണ് ഗൈസ്. നമുക്ക് ചിന്താൻ എന്നൊക്കെ പറഞ്ഞ ഗൈസ് എത്ര ടീം. അപ്പോൾ ഗൈസ് നമുക്ക് 7 stars മതി. അപ്പോൾ അവൻ്റെ സ്റ്റേജിലുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി നേരെ വീട്ടിട്ട് പോകാം ഗൈസ്. ഗൈസ് നമ്മുടെ ഇത് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അവൻ്റെ ടീം ഇതാണ് ഗൈസ്. ഇനി വീട്ടിലോട്ട് പോകാം ഗൈസ്. ഗൈസ് നമ്മുടെ കളി തുടങ്ങാറായി ഗൈസ്. അല്ല ഗൈസ് ലെവൻഡോസ്കിയാണ് ഗൈസ്. ഫോഡൻ ഓക്കെ നമ്മുടെ ബരല ഷോട്ട് അടിച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ എന്തോ ഇതിൻ്റെ ഒരു പാസ് പോയിട്ടുണ്ട് ഗേസ്. ഗോളാവൂലായിരിക്കും ഗേസ്. ചിലപ്പോൾ ഗോളാവുള്ളൂ. അത് ഗോളായ ഭാഗ്യം. ഗോൾ ഗേസ്. ബോളടിച്ച് ഗേസ്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഗേസ്. ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നി ഞാൻ അവിടെ പാസ് ഇടാൻ നോക്കിയാണ് ഗേസ്. ഗേസ് ഇവിടെ പ്ലെയറിന് ഞാൻ അപ്പം ഇങ്ങോട്ട് പാസിട്ട് ചിലപ്പോൾ കയറുന്ന വിചാരിച്ചോണ്ട് ഞാൻ വെറുതെ ഒന്ന് അടിച്ചു നോക്കിയാണ് ഗേസ്. പോണെങ്കിൽ പോട്ടേന്ന് വിചാരിച്ച് അടിച്ചു നോക്കിയാണ് ഗേസ്. ഗോൾ ഒരു ഗേസ്. ഗേസ് ഫസ്റ്റ് ഗോൾ കയറിയിട്ടുണ്ട് ഗേസ്. ഗേസ് അപ്പോൾ നമ്മളെ പുള്ളി കട്ടായി പോയി ഗേസ്. എന്തോ ഇതായിട്ട് കട്ടായി പോയി ഗേസ്.
കേസ് നമ്മളപ്പം സാൻഡ് ഓഫ് I should have done this. So offside is നമ്മളിവിടെ പാസ് കൊടുത്ത നമ്മൾ എടുക്കാണ്ടത് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇവിടെ ഒരു പ്ലെയർ ഉണ്ട്, അവർക്ക് അവന് വേണമെങ്കിൽ ഓടി വരായിരുന്നു. എടുക്കാണ്ടിരുന്നത് ഓക്കെയാണ് ഗൈസ്. ഒന്ന് ജസ്റ്റ് അനങ്ങിക്കഴിഞ്ഞാൽ തീർന്നു കേസ്. അവിടെ പിടിക്കാൻ പറ്റിയില്ല. സ്ലൈഡ് കിട്ടുന്നുണ്ട്. ഓ ഫൗൾ ഗൈസ്. റെഡ്. ഓ യെല്ലോ കാർഡ് ഉണ്ടായിരുന്നു. റെഡ് അല്ല ഗൈസ്. സാധാരണ ടിയാഗോ സിൽവയൊക്കെ സ്ലൈഡ് ചെയ്യണമെങ്കിൽ റെഡ് അല്ലെങ്കിൽ യെല്ലോ ആയിരിക്കും ഗൈസ്. അല്ലാണ്ട് ഒന്നും കൊടുക്കാണ്ടൊന്നും ഇരിക്കാൻ വഴിയില്ല ഗൈസ്. ടിയാഗോ സിൽവൻ്റെ ഒക്കെ ഫൗളിങ് അതുകൊണ്ട് ഓ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഹാഫ് ടൈം ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി സെക്കൻഡ് ഹാഫിലോട്ട് പോകാം. സെക്കൻഡ് ഹാഫ് ആയിട്ടുണ്ട് ഗൈസ്. പുറത്ത് പോയി കണ്ടാണ് ഗൈസ് എടുത്തത്. നമ്മുടെ ഉണ്ട് അല്ല അവരുടെ. അയ്യോ ജസ്റ്റ് മിസ്സേസ്. ഓക്കെ നമ്മൾ കോർണർ ഇട്ടിട്ടുണ്ട്. അയ്യേ അത്രയും പ്ലേസ് ഉണ്ടായിട്ടാണ് അവിടെ കൊടുത്തത്. ടിയാഗോ സിൽവയ്ക്കാണ് റെഡ് ഇട്ടു ഗൈസ്. അയ്യോ നമ്മൾ അവിടെ കൊടുക്കാനുണ്ട് ഗൈസ്. നോക്കിയാണ് കോർണർ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ബോവൻ ചെറിയൊരു നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ഉണ്ട് ഗേസ്. ലുനിൻ മറ്റേ നമ്മുടെ റയൽ മാഡ്രിഡിൻ്റെ ലുനിൻ ഗേസ് അതുപോലെ തന്നെയാണ് ഗേസ് കളിക്കണത്. മിക്കവാറും കോള് കയറും ഗേസ്. ഒല്ലേ നമ്മുടെ അനങ്ങാണ്ടിരുന്നേ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓടി വന്ന ആ സമയം അവൻ ഇവിടെ ഇട്ടടി തന്നെ. കേസ് നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് ആണ് കേസ്. ഫുൾ ടൈം വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു കണ്ടന്റ് ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരെ ബൈ.